4550 രൂപയ്ക്കാണ് ഞാൻ ഈ ജാക്കറ്റ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. സോ എനിക്കൊരു ലോട്ടറി അടിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നത് ക്രാംപ്സന്റെ റൈഡിങ് ജാക്കറ്റാണ്. മോർ ദാൻ 8 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ജാക്കറ്റാണ്. അത് ഇതുവരെയായിട്ടും അതിന് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഇല്ല ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷേ അതൊരു നോർമൽ സിറ്റി റൈഡിങ് ജാക്കറ്റാണ്. ഞാനൊരു അഡ്വഞ്ചർ ജാക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം. ഓൾറെഡി ഒരു ജാക്കറ്റ് ഉണ്ടല്ലോ, പിന്നെ മേടിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഞാനത് പോസ്റ്റ്പോൺ ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രക്ഷയില്ലാത്തൊരു ഓഫർ നേരെ വന്ന് ഫ്രണ്ട് വീഴുന്നത്. ടിവ്ര എന്ന് പറയുന്ന കമ്പനിയുടെ അഡ്വഞ്ചർ ടൂറിംഗ് ജാക്കറ്റ്. ആക്ച്വലി ഈ ജാക്കറ്റിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 13,000 rupees ഒക്കെയാണ് മുമ്പ് മുതലേ ഓൺലൈനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 10,000 rupees പ്ലസ് ആണ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ജസ്റ്റ് 4550 രൂപയ്ക്കാണ് ഞാൻ ഈ ജാക്കറ്റ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. എന്ത് റീസൺ കൊണ്ടാണ് അവർ ഈ ജാക്കറ്റ് ഈ പ്രൈസിൽ വിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി സ്റ്റോക്ക് ക്ലിയറൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ സെയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ എന്ത് റീസണോ ആയിക്കോട്ടെ, ഏതായാലും ഈ ഒരു പ്രൈസിന് ഒരു അഡ്വഞ്ചർ ജാക്കറ്റ് എന്ന് പറയുന്നത്, അതും റിനൗണ്ട് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ എന്ന് പറയുന്നത് ഒരു ബാർഗൈനാണ്. എന്ത് ഇഷ്യൂ വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാനിത് മേടിച്ചത്. പക്ഷേ എന്നെ ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടോപ്പ് ക്വാളിറ്റി ജാക്കറ്റ് ആണെന്നുള്ളതാണ്. ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ്. ഇതിനകത്ത് ലെവൽ 2 ആമേഴ്സ് വരുന്നുണ്ട്. ബാക്കിയുള്ള ജാക്കറ്റിലൊന്നും കാണാത്ത രീതിയിലുള്ള പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇവിടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, നമ്മുടെ മൂവബിലിറ്റിക്ക് വേണ്ടിയിട്ട് ലാർജ് പോക്കറ്റ്സ് ഉണ്ട്, ഫ്രണ്ടും ബാക്കും ഒക്കെ. അങ്ങനെ നിറയെ ഫീച്ചേഴ്സ് ഉള്ള ഒരു ജാക്കറ്റാണ്. ആൻഡ് ദ മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് സൂപ്പർ. എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് ടിവ്രയുടെ സ്റ്റോം ഹോക്ക് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ജാക്കറ്റ്. ഇതുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ടൂറിംഗ് ജാക്കറ്റ്സ് ആണ്. അതും ഓൾമോസ്റ്റ് 13,000 പ്ലസ് ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു മാനുവൽ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത്. എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിലൊന്നാണ് ഈ അഡ്ജസ്റ്റബിൾ കോളർ. ഈ ഒരു കോളറിൻ്റെ ഭാഗം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആവും ബേസ്ഡ് ഓൺ നമ്മുടെ ഒരു കംഫർട്ട് ലെവൽ. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു വലിയ യൂസുള്ള സംഭവമല്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും കുറച്ച് സമയം റൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലാസ്റ്റ് പോയിന്റിലേക്ക് വരും. ഇത് അത്രയും ഭയങ്കര ഒരു ഹെവി ഡ്യൂട്ടി സംഭവമൊന്നുമല്ല. സോ കുറച്ച് സമയം കഴിയുമ്പോൾ ജാക്കറ്റിൻ്റെ ഒരു വെയിറ്റ് കാരണം ഇത് ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് വരും. അതുകൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല. ഒരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്കത് പറയാം. എനിക്ക് തോന്നിയത് ഈ കോളറിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല കുഷനിങ് കൊടുത്തിട്ടുണ്ട്. മേ ബി ഒരു ഇച്ചിരിയും കൂടെ കുഷനിങ് കൊടുത്താലും ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇതിപ്പോൾ നല്ല ഷേപ്പിംഗ് ഒന്നും ഇല്ലാതെ നമ്മുടെ സ്കിന്നിനൊന്നും ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയാലും നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന ലാർജ് ആണ് കേട്ടോ. ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ആമേഴ്സ് വരുന്നുണ്ട്, 2 ഷോൾഡറിലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എൽബോയുടെ ഭാഗത്ത് വരുന്നുണ്ട് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ആമേഴ്സ് വരുന്നുണ്ട്. എല്ലാം ലെവൽ 2 ആമേഴ്സ് ആണ്. ഫ്രണ്ടിലായിട്ട് ഈ കാണുന്നത് ടിവ്രയുടെ ബ്രാൻഡ് ഒരു ഡിസൈനാണ്. ടിവ്രയുടെ ഡിസൈൻസ് എല്ലാം ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മുടെ ആംസിൻ്റെ അണ്ടറിലും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തും നല്ല രീതിയിൽ മെഷ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല എയർ ഫ്ലോ ഉണ്ടാവും. ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ഇല്ല കേട്ടോ ഈ ഒരു പ്രൈസിന്. ചെസ്റ്റ് പ്രൊട്ടക്ഷൻ മേ ബി വെക്കാമായിരുന്നു തോന്നി. പക്ഷേ ഫോർ ദ പ്രൈസ് ഐ ആം ഗെറ്റിംഗ് ദിസ് വൺ. എനിക്ക് ചെസ്റ്റ് പ്രൊട്ടക്ഷൻ വേണമെന്ന് തോന്നുന്നതേ ഇല്ല, ബിക്കോസ് ഓൾറെഡി നല്ലൊരു ബാർഗൈനാണ്. പിന്നെ അഡ്ജസ്റ്റബിൾ വെൽക്രോ സ്ട്രാപ്സ് വരുന്നുണ്ട് നമ്മുടെ വേസ്റ്റ് ലെവലിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. കാരണം ഇത് കുറച്ചുകൂടെ ലെങ്ത് കൂടിയ ഒരു ജാക്കറ്റാണല്ലോ അഡ്വഞ്ചർ ജാക്കറ്റ്. പിന്നെ സ്റ്റോറേജ് സ്പേസ് ആണ്. ദ ഫ്രണ്ടിൽ ആക്ച്വലി നോക്കുകയാണെങ്കിൽ 2 വലിയ പോക്കറ്റ്സ് വരുന്നുണ്ട്, അകത്തും പോക്കറ്റ്സ് വരുന്നുണ്ട്. ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഡിസൈനാണ്. പിന്നെ ഇതിലെല്ലാം റിഫ്ലക്റ്റീവ് ലൈൻസ് വരുന്നുണ്ട് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും എല്ലാം റിഫ്ലക്റ്റീവ് ലൈൻസ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊരു നല്ല ഫീച്ചറാണ്. മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാബ്രിക് വെച്ചിട്ട് ഈ സ്പ്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈയൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പിടുത്തം വരത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് ഫീച്ചർ. അങ്ങനെ എല്ലാ ജാക്കറ്റിലും കാണാൻ കിട്ടാറില്ല. സെയിം നമ്മുടെ ആ കൈമുട്ടിൻ്റെ ഭാഗത്തും വരുന്നുണ്ട്, എൽബോയുടെ ഭാഗത്തും അവിടെയും സെയിം ഒരു ഫീച്ചർ വരുന്നുണ്ട്. അത് കാരണം നമുക്ക് മൂവ്മെൻറ്റ്സ് എല്ലാം ഈസി ആയിരിക്കും. പിന്നെ ബാക്കിലൊരു വലിയ പോക്കറ്റ് വരുന്നുണ്ട്. അഡ്വഞ്ചർ റൈഡിങ് യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് വലിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. അതിനെല്ലാം ടിവ്രയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെൽക്രോ ആണ് കേട്ടോ. ഇതെല്ലാം വെൽക്രോ ആണ്. മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ജാക്കറ്റിനകത്ത് നോക്കുകയാണെങ്കിലും ടിവ്രയുടെ ബാഡ്ജിങ് പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടിവ്രയുടെ ഒരു ബ്രാൻഡ് കളറാണ് യെല്ലോ. അതെന്തേ ജാക്കറ്റിൽ ഇല്ലാത്തതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അകത്ത് നോക്കുമ്പോൾ അവർ ആ യെല്ലോ കളർ മാക്സിമം അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയും യൂസ് ചെയ്തേക്കുന്ന ആ ഒരു മെറ്റീരിയൽ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് നല്ല കുഷനിങ് തരുന്ന രീതിയിലും
പിന്നെ ബാക്കിലെ ആർമേഴ്സ് എല്ലാം തന്നെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ആർമേഴ്സാണ്. അതായത് നമ്മുടെ പഴയ ക്രാംസ്റ്ററിൻ്റെ ജാക്കറ്റിലൊക്കെ കുറച്ച് ഹാർഡ് സ്പോഞ്ച് പോലത്തെ ഇതാണ് വന്നിരുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കൈയുടെ ഭാഗമെല്ലാം വെൽക്രോ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സിപ്പേഴ്സുമാണ്. സോ എല്ലാ രീതിയിലും നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട്. ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ബിക്കോസ് ഒരു 10,000 ആണെങ്കിൽ പോലും ബിലോ 10,000 എത്ര രൂപ ആണെങ്കിലും ഇത് വർത്താണ്. എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് 4,600 തോന്നുന്നു. അപ്പോൾ ഇപ്പോഴും അത് അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ടിംഫ്രയുടെ സ്റ്റോം ഹോക്ക് എന്ന് പറയുന്ന ജാക്കറ്റ്. ഇതൊരു ടൂറിങ് ജാക്കറ്റാണ്, ഇതൊരു സിറ്റി റൈഡ് ജാക്കറ്റ് അല്ല. സോ ടൂറിങ്ങിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ധൈര്യമായിട്ട് എടുക്കാം. ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബിലോ 5,000 rupees. ഇതിലും വലിയൊരു ബാർഗൈൻ ഒന്നും ഇനി വരാനില്ല. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി മേടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ സാധനം വാങ്ങി ഇതെനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഇടുന്നതാണ്. ആൻഡ് ആക്ച്വലി ദ ജാക്കറ്റ് ലുക്സ് വെരി ഗുഡ് ഓൾസോ. കാണാനും നല്ല ഭംഗിയുണ്ട്, ഇടാൻ നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ലെവൽ 2 ആർമേഴ്സ് ആക്ച്വലി ഭയങ്കര ഹാർഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് മൂവബിലിറ്റിക്ക് ഒരു വിഷയമില്ല. ക്രാംസ്റ്ററിൽ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ആർമേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്, അതും ലെവൽ 2 ആണ്. ദിസ് ഈസ് ലോട്ട് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു മൂവബിലിറ്റി വേസ് നോക്കുമ്പോൾ. ഏതായാലും ഐ എം ലവിങ് ദിസ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കുക. ദിസ് ഇസ് എ ബാർഗെയിൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രാവലിങ്ങും റൈഡിങ്ങും വൈൽഡ് ലൈഫ് ഒക്കെ ആയിട്ടുള്ള ഇനിയും വീഡിയോസ് നിറയെ വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. See you soon with the next one. Until then, adios amigos.